എല്ലാവർക്കും വിനീത നമസ്കാരം. ഏറെ ആകർഷകമായിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് നാം ഇന്ന് ഏവരും കടന്നു പോകുന്നത്. ചലച്ചിത്ര ഗാന കവിതാ രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രണ്ട് മഹാപ്രതിഭകളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീ MD രാജേന്ദ്രൻ സാറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 1952 ചേർപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ പൊൻകുന്നം ദാമോദരൻ എന്ന് പറയുന്ന ആദരണീയ കവി ഏറ്റവും പ്രശസ്തനായ ഒരു കാലഘട്ടത്തിൻ്റെ കവി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാറുണ്ട്, MDRന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ഇന്റർവ്യൂകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇതിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. എപ്പോഴും ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിന്റെ തന്നെ ഏറ്റവും പ്രശസ്തനായ കവിയായിരുന്നത് കൊണ്ട് തന്നെ അക്കാലത്തെ ധാരാളം സാഹിത്യ കലാപ്രതിഭകളൊക്കെയും പാട്ടുകാരും ഗാനരചയിതാക്കളും എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ വീട്ടില് സംഗമിക്കുമായിരുന്നു. വയലാറും പി ഭാസ്കരനും അതുപോലെ തന്നെ തകഴി ശിവശങ്കരപ്പിള്ളയും ഒക്കെയും അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ അദ്ദേഹത്തിന്റെ സർഗചേതനയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ആ ഒരു വലിയൊരു സ്വാധീനം അദ്ദേഹത്തിന്റെ കവിതകളിൽ വയലാറിന്റെയും പി ഭാസ്കരന്റെയും ഒക്കെ ആ ഒരു കവിത്വം തുളുമ്പുന്ന ആ കവിതകളുടെ ലോകത്തേക്ക് തന്നെയാണ് അദ്ദേഹം പിന്നീട് മലയാളത്തെ പിടിച്ചുയർത്തിയത്. ഒരുപക്ഷെ അവർക്ക് ശേഷം അത് നിലനിർത്തി കൊണ്ടുപോയത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നമ്മുടെ MDRനാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഓർമ്മിക്കാവുന്നതാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങമ്പുഴയുടെ മഞ്ഞത്തെച്ചി പൂമലയും വയലാറിന്റെ സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നങ്ങളും ഒക്കെ കേട്ട് അങ്ങനെ അദ്ദേഹത്തിന് അതുപോലെ എന്താ പറയുക അത്രയും ആസ്മരിക ശക്തിയുള്ള ഒരു കവിത എഴുതണമെന്ന്, ഒരു പാട്ട് എഴുതണമെന്ന് അദ്ദേഹം എന്നും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പാട്ടും അദ്ദേഹത്തെ പാട്ടുകൾ പാടി ഉറക്കിയിരുന്ന പാട്ടുകളും അതും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ആ ഒരു അടിസ്ഥാനമായിരിക്കാം, ആ ഒരു പ്രേരണയായിരിക്കാം ഒരുപക്ഷെ ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ ഹിമശൈല സൈകള എന്ന് പറയുന്ന ഏറ്റവും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അദ്ദേഹത്തിന്റെ ഗാനരചനയിൽ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാവുന്ന ഒരു കവിതയാണ്. കവിത അത് പാട്ടായി കവിത്വം തുളുമ്പുന്ന ഒരു ഗാനമായി ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്ന മനോഹരമായ ഒരു കവിതയാണ്. അതിനുശേഷം തീർച്ചയായിട്ടും ഒരു എന്താണ് പറയുക, വാക്കിന്റെ മണിച്ചപ്പിൽ നിഗൂഢമായ ആനന്ദം ഒളിപ്പിച്ച് അദ്ദേഹം നമ്മളെ എല്ലാവരെയും വീണ്ടും വീണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു തപസ്സൊന്നുമല്ല എഴുത്ത് എന്ന് പറയുന്നത്. കാരണം വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഋതുഭേദകൽപ്പന എന്നുള്ള പാട്ട്, അതൊക്കെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതുപോലെ അല്ലീളം പൂവും ആ പാട്ടുകളൊക്കെയും അദ്ദേഹം വളരെ നിമിഷ നേരം കൊണ്ടാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ പാർവതി എന്ന സിനിമയിലെ ഭരതന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ട് ഒരു കാലത്ത് ഒരു പ്രണയത്തിന്റെ ഒക്കെ ഒരു ഉന്മാദം നദി പോലെ ഒഴുകിയിരുന്ന ഒരു പാട്ടായിരുന്നു അതൊക്കെ. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോപ്പിൽ ഭാസിയുടെ മോചനം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം 70കളിൽ ഗാനരംഗത്തേക്ക് ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. അതിൽ തന്നെ നഗ്നസൗഗന്ധിക പൂവിരിഞ്ഞു എന്ന മനോഹരമായ ഗാനം, അതിനുശേഷം അതിൽ തന്നെ ഒരു 4ഓളം പാട്ടുകളുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം തന്റെ യാത്ര തുടരുകയാണ് ചെയ്തത്. മലയാളത്തിലെ കവിത്വം തുളുമ്പുന്ന അല്ലെങ്കിൽ കവിതയുടെ കാൽപ്പനികത നിറഞ്ഞ ഒരു വസന്തം തന്നെ സൃഷ്ടിക്കുവാൻ MDRന് കഴിഞ്ഞു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്നും ഒരു ആധുനിക തലമുറയിലെ ഒരു വ്യക്തിക്ക് പോലും, ഒരു കുട്ടിക്ക് പോലും MDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരറിയാം, ആ പാട്ടുകൾ അറിയാം. അതാണ് ശരിക്കും ആ ഒരു പാട്ടിന്റെ വൈഭവം എന്ന് പറയുന്നത്.
അദ്ദേഹം ഒരിക്കലും മറക്കാനാവാത്ത നൂറുകണക്കിന് പാട്ടുകൾ അദ്ദേഹം ജീവൻ നൽകി. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചിരുന്നു, ആ ഹിമശൈല സൈകത എന്ന പാട്ടിലെ തന്നെ പ്രഥമോദ ബിന്ദു എന്നൊരു വേർഡ് ഉണ്ട്. അത് നമ്മളൊക്കെ ഒരു പുതിയ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതൊക്കെയും. അത് ഒരു കാളിദാസന്റെ കൃതിയെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു യൂസാണ് അവിടെ വന്നതെന്നാണ് ഞാനത് വായിച്ച് അറിഞ്ഞത്. അപ്പൊ അത്രയും അഗാധമായ ജ്ഞാനമുള്ള, പരന്ന വായനയും ഒക്കെയുള്ള ക്രാന്തദർശിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, ഒരു കവിയാണ് ശ്രീ എം ടി രാജേന്ദ്രൻ സാർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ ദേവരാഗം എടുത്തു പറയേണ്ട ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കീരവാണി സാറിന്റെ മാസ്മരിക സംഗീതത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മായാജാലം കൂടി ചേർന്നപ്പോൾ ഒരു സംഗീത വിസ്മയം തന്നെയായിരുന്നു ആ ചിത്രം. അതിലെ ഓരോ പാട്ടുകളും കവിത തുളുമ്പുന്നതാണ്. ഓരോന്നും ഓരോ രീതിയാണ്, ഓരോ കവിതകൾക്കും ഓരോ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക്. അതായത് വാക്കുകൾ കൊണ്ട് പോലും ഒരു സൗന്ദര്യത്തെ വരച്ചിടാൻ പറ്റും. അല്ലാതെ ഒരു പെയിന്റിംഗ് അല്ല, അതിലുപരി വാക്കുകൾ കൊണ്ട് ഒരു രൂപത്തെ വരയ്ക്കാൻ പറ്റും, ഒരു സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ പറ്റും, വരച്ചിടുവാൻ, നമ്മുടെ മനസ്സിൽ കോറിയിടുവാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു. അതിലെ കരിവരിവണ്ടുകൾ എന്ന് പറയുന്ന മനോഹരമായ ആ ഒരു കവിത തുളുമ്പുന്ന ഗാനത്തിലൂടെ. അതുപോലെ ശിശിരകാല മേഘമിഥുനം എന്നുള്ള പാട്ട് ഇന്നും ദീപാവലിയും ഒക്കെ വരുമ്പോൾ അതാണ് ഏറ്റവും അധികം റീൽസ്. അതിനുശേഷം എത്രയോ പാട്ടുകൾ ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ ഈ പാട്ടിന് ഇപ്പോഴും അതിനെയൊക്കെ അതിജീവിക്കുന്നു. അപ്പോ മഹത്തായ സൃഷ്ടികൾ എന്ത് തന്നെയാണെങ്കിലും, അത് സംഗീതമാണെങ്കിലും രചനകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, മഹത്തായ സൃഷ്ടികൾ കാലത്തെ അതിജീവിക്കുമെന്നുള്ളതിന് നമുക്ക് എം.ടി.ആർ. സാറിന്റെ കവിത്വം തുളുമ്പുന്ന ആ ഗാനങ്ങൾക്ക് നമുക്ക് അടിവരയിട്ട്, ആ പ്രശസ്തിക്ക്, അംഗീകാരത്തിന് നമുക്ക് അടിവരയിട്ട് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു, അതുപോലെ അതിന് തന്നെ വേറെ പാട്ടുകൾ, ശിശിരകാല മേഘമിഥുനം, അത് പറയുമ്പോൾ പ്രണയത്തിന്റെ മറ്റൊരു അനുഭൂതിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്ന ഒന്നാണ്. പിന്നെ മനുഷ്യന്റെ മനസ്സിന്റെ വികാരങ്ങളുടെ ആഴത്തിൽ നിന്നും തപ്പിയെടുത്ത് നമ്മളെ അതിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി അതിനെ മുഴുകിപ്പിച്ച് കളയുന്നു, അരിയിച്ചു കളയുന്ന ഒരു മാസ്മരിക ശക്തി അദ്ദേഹത്തിന്റെ കവിത തുളുമ്പുന്ന വാക്കുകൾക്കുണ്ട്, ആ ഗാനങ്ങൾക്കുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ആ പി ഭാസ്കരന്റെയും വയലാറിന്റെയും ഒക്കെ ശേഷം ആ ഒരു സംസ്കാരത്തിൽ ആ ഒരു ചുവട് പിടിച്ച് അദ്ദേഹം മുന്നോട്ട് പോകാൻ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ ആ ഒരു പാട്ടിന് ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ വീണ്ടും അദ്ദേഹം അതിനെ കൈപിടിച്ചുയർത്തി. അതിനുശേഷം നമ്മുടെ പ്രിയങ്കരനായ റഫീഖ് അഹമ്മദ് സാർ വീണ്ടും അതിന് തുടർച്ചയായിട്ട് തന്നെ അത് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം എല്ലാവരോടൊപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏകദേശം ദേവരാജൻ മാസ്റ്റർ, അതുപോലെ തന്നെ എം പി ശ്രീനിവാസൻ മാസ്റ്റർ, ഇളയരാജ, കീരവാണി രവീന്ദ്രൻ, ശ്യാം, എം ജി രാധാകൃഷ്ണൻ, ജോൺസൺ, ജെറി അമൽദേവ്, എം എസ് വിശ്വനാഥൻ, എം ജയചന്ദ്രൻ, അങ്ങനെ ഔസേപ്പ് ബച്ചൻ, അങ്ങനെയുള്ള സംഗീത പ്രതിഭകളോട്, സംഗീത സംവിധായകരോടൊപ്പം എല്ലാം തന്നെ നിന്ന് വിസ്മയങ്ങൾ തീർക്കുവാൻ വേണ്ടി രാജേന്ദ്രൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അനുഭൂതി, സ്വത്ത്, പ്രമാണി, കൂടും തേടി, പ്രജ, സാക്ഷ്യം, അങ്ങനെ എത്രയോ എന്ന മറ്റ് ഒരുപാട് സിനിമകൾ വേണ്ടി അദ്ദേഹം ആ സിനിമകളെ മനോഹരമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണെന്നതിൽ നമുക്ക് ഒട്ടും സംശയമില്ല. പിന്നെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ്. കവി, ഗാനരചയിതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു നാടകകൃത്താണ്, അതുപോലെ നോവലിസ്റ്റാണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ ഒരു വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു മഹാപ്രതിഭയാണ് നമ്മുടെ എം ടി രാജേന്ദ്രൻ സാർ. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. അതിനെനിക്കിവിടെ സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതിലേക്ക് അധികം കൂടുതൽ എനിക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇനി ഒരു അവസരത്തിൽ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ ഏറെ സ്നേഹബഹുമാനങ്ങളോടുകൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി റഫീഖ് അഹമ്മദ് സാറാണ്. അദ്ദേഹം 1961 ഡിസംബർ തൃശ്ശൂർ അക്കിക്കാവിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹവും കവിയും അതിപ്രശസ്തനായ കവി, ഗാനരചയിതാവ്, നോവലിസ്റ്റ് ഒക്കെയാണ്. അദ്ദേഹം എന്താ പറയുക, കവിയുടെ ഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണ് എന്നതിനെ അടിവരയിടുന്ന ഒരു പ്രശസ്തനായ കവിയാണ്. ഈ സമകാലിക സമൂഹത്തിലെ, സമകാലിക മലയാള ചലച്ചിത്ര കവിതാ രംഗത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്
കവിയാണ് അദ്ദേഹം എന്നതിൽ നമുക്ക് സംശയമില്ല. ഗർഷം എന്ന ചിത്രത്തിലൂടെ ചരിത്രകാര രചനയിൽ പ്രവേശിച്ച അദ്ദേഹം 600-ലധികം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഹരിഹരന്റെ നമ്മൾ ലയിച്ചു പോകുന്ന പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന് പറയുന്ന ഹൃദയസ്പർശിയായ ആ ഒരു ഗാനം, അതാണ് അദ്ദേഹം ആദ്യമായിട്ട് ആ ചലച്ചിത്ര ഗാനം രചനയിലേക്ക് അദ്ദേഹം വന്നത്. അതിനുശേഷം പിന്നീട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്തും അദ്ദേഹം ഗാനങ്ങളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് കമലിന്റെ പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ നമ്മളേവരും നമ്മുടെ മനസ്സിലെല്ലാം സങ്കടത്തിന്റെ പെരുമഴ തീർത്ത രാക്കിളിതൻ വഴിമറയും നോടും പെരുമഴക്കാലം എന്നുള്ള ആ പാട്ട് അദ്ദേഹം എഴുതിയത്. അതോടുകൂടി അദ്ദേഹം ഏതാണ്ട് ഏറ്റവും മുൻനിരയിൽ തന്നെ എത്തി എന്നുള്ളതാണ്. കാരണം ആ ഗാനം പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയെടുത്ത ഒരു ഗാനമായിരുന്നു. അതിനുശേഷം പിന്നെ അതുപോലെ ആദ്യ സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത പ്രണയകാലം തുടങ്ങിയ ചിത്രങ്ങൾ അതിനുശേഷം വരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും മുൻനിരയിൽ തന്നെയുള്ള ഒരു പ്രയാണമാണ് ഇപ്പോഴും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം MDR സാറാണെങ്കിലും റഫീഖ് സാറാണെങ്കിലും ഈ എന്താ പറയുക, ആത്മാവുള്ള വരികളാണ് അവരെഴുതുന്നത്. മനുഷ്യന്റെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ആത്മാവുള്ള വരികൾ. അതുപോലെ കാവ്യാത്മകമായ ലളിതമായ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ആഴമേറിയ കാവ്യ സൗന്ദര്യം അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നു. അതുപോലെ പ്രകൃതിയെ അദ്ദേഹം വളരെയധികം തന്റെ കവിതകളിൽ ഗാനങ്ങളിൽ കൊണ്ടുവരുന്നു. മഴ, പുഴ, കാറ്റ്, നിലാവ് ഒക്കെ അദ്ദേഹത്തിന്റെ കവിതകളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. നീ മുക്കിലോ പുതുമഴമണിയോ എന്നുള്ള ഗാനം, അതുപോലെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, അത് സ്പിരിറ്റിലെയാണ് അവാർഡ് കിട്ടിയതാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ക്ലാസിക്കായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ഇതേപോലെ തന്നെ ഭാഷയുടെ സൗന്ദര്യവും സാഹിത്യത്തിന്റെ ഗുണവും MDR കൊണ്ടുവന്ന ആ ഒരു രീതി, ആ ഒരു കവിത്വം തുളുമ്പുന്ന പാട്ടുകൾ അതേപോലെ തന്നെ ഏറ്റവും ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കവിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഒരുപാട് പറയുവാനായിട്ടുണ്ട്. പിന്നെ രമേശ് നാരായണൻ, ബിജുപാൽ, ഗോപി സുന്ദർ തുടങ്ങി ഒരുപാട് സംഗീത സംവിധാനങ്ങൾക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സാഹിത്യ ലോകത്തും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. ധാരാളം സിനിമകൾ, പ്രണയകാലം, സൂഫി പറഞ്ഞ കഥ, സദ്ഗമയ, അങ്ങനെ ഒരുപാട് സിനിമകൾ. അദ്ദേഹത്തിന് 5-ലധികം സംസ്ഥാന ചലച്ചിത്ര മികച്ച ഗാനരചനയുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ആൽമറ, സ്വപ്നവാഗ്മൂലം, ശിവകാമി തുടങ്ങിയ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സറ്റോരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് അദ്ദേഹത്തിന്റെ കവിതകൾ മറ്റ് സംഗീതത്തിനുമായിട്ട് ചേർന്ന് അദ്ദേഹം കവിതകളും ലളിതഗാനങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ബുക്ക് ഞാൻ വായിക്കുകയുണ്ടായി. വളരെ ഹൃദയസ്പർശിയാണ് അദ്ദേഹത്തിന്റെ ആ കവിതകളാണ്. ഇത് സറ്റോരിയിലേക്കുള്ളതാണ്. അതിലെ ഒരു സെന്റൻസ് കൂടി വായിച്ച് ഞാൻ നിർത്താം. അതിൽ അദ്ദേഹം പറയുന്നു, പറയൂ പ്രണയമേ എന്ന ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, നിലാവിൽ നിറങ്ങു പോലെ ആത്മാവിൽ കലരുന്ന ചാരുഗീതങ്ങളുടെ സമാഹാരം കവി ഇതുവരെ പാടാതെ പാടുവാനായി ഹൃദയത്തിൽ കരുതിയ ലോലനാദങ്ങൾ സ്നേഹ മധുര സ്മൃതികളായി പൊതിയുന്നു. ഇങ്ങനെ പൊതിയുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ കവിതയും ഓരോ ഗാനവും. അദ്ദേഹത്തെയും ഏറെ സ്നേഹം ആദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉണ്ണിയേട്ടനെ, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ആദരണീയനായ ശ്രീ അബൂബക്കർ സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന അപർണ, TLF-ന്റെ ഊർജ്ജം കൂടിയായ അപർണയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.